വലിയ നിലവിളിയോ ഒന്നും കേൾക്കുന്നില്ല, എന്തോ സംഭവിക്കുന്നുണ്ട്, കുറേ ആളുകൾ ചവിട്ടി മതിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഇത്ര മാത്രമേ രാജുവിന് അറിയാവൂ. കട്ട പിടിച്ച് ഇരുട്ടാണ്. പിന്നെ അപ്പോൾ ആ സംഭവത്തിൽ ഇടപെടേണ്ടി വന്നത് വെറും ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാത്രമല്ല. അത് ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഞെട്ടലാണോ അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയേണ്ടി വരും. അവിടെ ചെന്ന് കണ്ടപ്പോഴേ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ചെറുപ്പക്കാരായ തുടിക്കുന്ന കരളാണ്, അതൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുന്ന ഒരവസ്ഥ, കുടൽമാല ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിന്ന് പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഞാൻ എത്ര കഷണമായി ചിതറേണ്ടവനായിരുന്നു എന്നായിരുന്നു. നോക്കിയപ്പോൾ കാണുന്നത് രണ്ട് ഇടത് കാലുകൾ ഒരു ബോഡി ചേർത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടാൽ ആ ബോഡിയുടെ അകത്ത് കാലം തോന്നും. നമസ്കാരം. ഷിബു ആറാലുമൂടാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച് വിരമിച്ചയാളാണ്. അദ്ദേഹം ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലെ വിവിധ കേസുകൾ തെളിയിക്കുന്നതിനായിട്ട് വളരെയധികം പരിശ്രമിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറിയായിട്ട് മായാത്ത വിരൽപ്പാടുകൾ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ പ്രസിദ്ധമായി പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹവുമായി നേരിട്ട് ഈ വിഷയങ്ങൾ ഒന്ന് സംസാരിക്കാം. ശ്രീ ഷിബു, സ്വാഗതം. നമസ്കാരം. അങ്ങയുടെ സർവീസിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ വഴി ഈ വിഷയങ്ങൾ തെളിയിക്കുന്നതിനായിട്ട്, കേസുകൾ തെളിയിക്കുന്നതിനായിട്ട് എടുത്ത നടപടികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുമല്ലോ. അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതിൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ ഏത് ഷെർലക് ഹോംസ് കഥകളിൽ പോലും പറയാറുണ്ട്, ഏത് കുറ്റവാളിയായാലും ഒരു തെളിവ് അവിടെ ഇട്ടിട്ട് പോകുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഒരുപാടുണ്ടായി കാണും. എങ്കിലും ഞാൻ പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കേണ്ടതെങ്കിലും ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത തോന്നിയ ഒരു വിഷയം അല്ലെങ്കിൽ ഒരു കേസ് ഒന്ന് അവതരിപ്പിക്കുന്നതിനായിട്ട് ഓർമ്മയിലെടുക്കാം. തീർച്ചയായിട്ടും നിരവധി ഓർമ്മകളുണ്ട്. അതിനു മുമ്പ് ആമുഖമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ എന്ന് പറയുന്നത് കേരള പോലീസിലെ വളരെ നിർണായകമായ ഒരു ശാസ്ത്രീയ കുറ്റാന്വേഷണ വിഭാഗമാണ്. വളരെ കുറച്ച് സ്റ്റാഫാണ് വാസ്തവത്തിലുള്ളത്. അതിൽ എന്നെപ്പോലെ ജോലി ചെയ്ത എൻ്റെ മുൻഗാമികളുണ്ട്, ഞങ്ങളുടെ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആളുകൾ എന്ന് പറയാവുന്നവരുണ്ട്. അതുപോലെ എന്നോടൊപ്പം ജോലി ചെയ്ത നിരവധി സഹപ്രവർത്തകരുണ്ട്. വളരെ മിടുക്കരായ, ചില കാര്യങ്ങളിൽ ചില പ്രത്യേക തരത്തിലുള്ള വെള്ളടയാള പരിശോധനയ്ക്കൊക്കെ എന്നെക്കാളും മികച്ചവരെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ട നിരവധി ആളുകളുണ്ട്. അവരുടെ എല്ലാ അനുഭവങ്ങൾ എനിക്ക് പറയുന്നത് പോലുള്ള അനുഭവങ്ങൾ അവർക്കും പറയാനുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ അവരുടെ ഒരു പ്രതിനിധി മാത്രമായി സംസാരിക്കുകയാണ്. അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഞാനിപ്പോൾ പറയുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്നത് പോലെ സ്വന്തമായിട്ട് അവതരിപ്പിക്കുവാനും പറയുവാനും ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ജോലി ഒരു സവിശേഷമായ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അവരുടെ ഒരു പ്രതീകമായിട്ടോ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവായിട്ടോ സംസാരിക്കുന്നുവെന്ന് കരുതിയാൽ മതി. താങ്കളുടെ ജീവിതത്തിൽ നിരവധി സംഭവങ്ങൾ ഈ 10-30 വർഷത്തെ സർവീസിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു ശ്രദ്ധേയമായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഏത് വിഷയമാണ് അല്ലെങ്കിൽ ഏത് കേസാണ് പ്രധാനമായിട്ട് മനസ്സിൽ തോന്നിയിരിക്കുന്നത്? എൻ്റെ സർവീസിൽ ഏറ്റവും നിർണായകമായി എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും എന്നെ ബാധിച്ച എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിത കാലം മുഴുവനും ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത്. അപ്പോൾ ആ സംഭവത്തിൽ ഇടപെടേണ്ടി വന്നത് വെറും ഒരു ഉദ്യോഗസ്ഥനായിട്ട് മാത്രമല്ല. അത് ഓർമ്മിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വല്ലാത്തൊരു ഞെട്ടലാണോ അനുഭവപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതാണെന്ന് പറയേണ്ടി വരും. കാരണം ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഭാര്യ വീട് കൊല്ലം മയ്യനാടാണ്. അപ്പോൾ അവിടെ എൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവായ ഞങ്ങൾ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന രാജുവേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള, മാനസികമായി തന്നെ വളരെ യോജിപ്പുള്ള രണ്ടുപേരാണ്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, നിർഭാഗ്യവശാൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ നേപ്പാൾ അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ തായ്ലൻഡിലൊക്കെ യാത്ര ഒന്നിച്ചൊക്കെ പോയിട്ടുള്ളവരാണ്. അപ്പോൾ അത്ര അടുപ്പമുള്ള വ്യക്തിയാണ്.
അപ്പോൾ അദ്ദേഹം തലേ ദിവസം ഞാൻ വല്ലപ്പോഴൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് മയ്യനാട്ടിൽ നിന്ന് ട്രെയിൻ കയറി വരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വൈകുന്നേരം പോയി ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഒന്നിച്ച് രാജവണ്ണനും ഞാനുമായിട്ട് മയ്യനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ പോകാൻ അനുവദിക്കുന്നില്ല. അപ്പം അദ്ദേഹം പറയുകയാണ്, ഷിബു നീ ഇന്നിവിടെ നിൽക്കണം, നമ്മൾ വലിയൊരു ഗംഭീരമായ വെടിക്കെട്ട്, മത്സര വെടിക്കെട്ടുണ്ട്, അത് നമുക്ക് വളരെ അടുത്താണ്, ബൈക്കിൽ നമുക്ക് ഈ മയ്യനാട് ഭാഗത്ത് നിന്ന് താന്നി പാലം വഴി ഒരു 40 ദൂരം സഞ്ചരിച്ചാൽ പുറ്റിങ്ങൽ പോവാം, അപ്പോൾ അവിടെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം എനിക്കത് കൊള്ളാം, ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പിന്നെയാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചയും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഡ്യൂട്ടി അന്ന് മറ്റൊരാൾ വർക്ക് ചെയ്യുന്നത് കൊല്ലം സിറ്റിയിലാണ്, കൊല്ലം സിറ്റി പോലീസിന് സിറ്റി റൂറൽ ഇങ്ങനെ 2 പോലീസ് ജില്ലകളായിട്ടാണ്. എന്തായിരുന്നു അത് ഞാൻ ഫിംഗർ പ്രിൻ്റ് അന്ന് ടെസ്റ്റർ ഇൻസ്പെക്ടറാണ്, ഫിംഗർ പ്രിൻ്റ് ആ യൂണിറ്റിൻ്റെ ഹെഡാണ്. അപ്പോൾ അവിടെ ഒരു ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് ഉണ്ടാവും. ഞങ്ങളുടെ ടെസ്റ്റർ ഇൻസ്പെക്ടർ കീഴിൽ 2 ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടുമാരുണ്ടാവും. അതിലൊരാൾക്കാണ് ഡ്യൂട്ടി അന്ന്, അടുത്ത ദിവസത്തെ ഡ്യൂട്ടി. അതുകൊണ്ട് എനിക്ക് ആ ദിവസം വെർച്വലി ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ദിവസം എനിക്ക് വിശ്രമിക്കാം. അതുകൊണ്ട് രാത്രി അല്പം ഉറക്കം നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇതിന് പങ്കെടുക്കാം. പക്ഷേ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ നെയ്യാറ്റിൻകര താമസിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ ആ കിട്ടുന്ന അവധി ദിവസം എൻ്റെ പേഴ്സണലായിട്ട് മടിക്കുക, പിന്നെ ആ ദിവസങ്ങളിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം ഞാനതിന് മടിച്ചു. അപ്പോൾ ഞാൻ പല തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഇവിടെ ടീഷർട്ടൊക്കെ കവർ പൊട്ടിക്കാത്ത ടീഷർട്ടൊക്കെ ഉണ്ട്, അദ്ദേഹം ഗൾഫിലായിരുന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഞാൻ ഈ ട്രെയിന് വരുന്നത് വരെയും ഇദ്ദേഹം എന്നെ ശരിക്കും പറഞ്ഞാൽ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വാസ്തവത്തിൽ എനിക്ക് മനസ്സുകൊണ്ട് അതിൽ പങ്കെടുക്കണമെന്നുണ്ട്, കാണാൻ പോകണമെന്നുണ്ട്, എന്നാലേ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളുണ്ട്, യാത്ര ചെയ്യണമെന്നുണ്ട്. എന്തായാലും ഞാൻ യാത്ര തിരിച്ച് നെയ്യാറ്റിനി പോവുകയാണ് ചെയ്തത്. അപ്പോൾ രാജവണ്ണൻ ഇങ്ങനെ കൈയൊക്കെ വീശി കാണിച്ചു. എനിക്കറിയാം രാജവണ്ണൻ രാത്രി മുഴുവനും അടുത്ത ഈ വെടിക്കെട്ട് കാണാൻ പോകും, അതിൻ്റെ അവിടെ ആയിരിക്കും. തൃശങ്കുവിൽ നിൽക്കുമ്പോഴാണ് ട്രെയിൻ വന്നതും കൊണ്ടുപോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ട്രെയിൻ എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഉത്സവങ്ങളുടെ ഒരു തമ്പുരാനാണ്. എവിടെ ഉത്സവം വന്നാലും ഇദ്ദേഹം കാണാൻ പോകും. അപ്പോൾ തൊട്ടടുത്ത് വന്നാൽ അദ്ദേഹം വിടത്തില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. രാവിലെ ന്യൂസൊക്കെ കേൾക്കാനായിട്ട് TV വോളിയം കൂട്ടി വെച്ചു. എന്നിട്ട് വസ്ത്രം അലക്കാനും മറ്റു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വാർത്ത കേൾക്കുന്നു, ഇങ്ങനെ വെടിക്കെട്ട് അപകടമെന്നൊരു വാക്ക് കേട്ടു. ആ വെടിക്കെട്ട് പുറ്റിങ്ങൽ ഞാൻ പിന്നീട് ആദ്യം ഇവിടെ മരണസംഖ്യ ഉയരുന്നു ഇങ്ങനെ സ്ക്രോളിങ് കാണും. അപ്പോൾ ആ സ്ക്രോള് കണ്ടതും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് പുറ്റിങ്ങൽ എന്ന വാക്ക് കൂടി കേട്ടു. അപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നിരിക്കുന്നത് മനസ്സിലായി. ഞാൻ ആകെ വാസ്തവം ഞെട്ടിപ്പോയി, കാരണം അപ്സെറ്റായി. കാരണം രാജവണ്ണം പോയിരിക്കുമെന്ന് എനിക്കറിയാം. വരേണ്ട ഒരവസ്ഥയിലായി. രാജവണ്ണം സംഭവിച്ചു എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് കൊല്ലത്ത് നിന്ന് അന്ന് ഡ്യൂട്ടിയുള്ള ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് ജയൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ പെട്ടെന്ന് എല്ലാവരും ടീമായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. മരണസംഖ്യ ഒരുപാടായി. മരണസംഖ്യ പെട്ടെന്ന് TV യിൽ ഇങ്ങനെ വാർത്ത വരുന്നു, പിന്നെ വിഷ്വൽസ് വന്നു തുടങ്ങി. ആകെ വല്ലാത്ത ഭീതിതമായൊരു അന്തരീക്ഷമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് പോകേണ്ടി വരും, യുദ്ധക്കളമാണ്. കാരണം ഞങ്ങൾ അവിടെ ഈ എന്തായാലും അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡികളുടെ കൂമ്പാരമായിരിക്കും. അപ്പം ഞങ്ങൾ മാത്രം ഇടപെട്ടാൽ പോരാ, അന്യ ജില്ലകളിൽ നിന്ന് പോലും എക്സ്പെർട്ട്മാർ അവിടെ എത്തേണ്ടി വരും. ഞങ്ങളുടെ ഭാഗം അതാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ നിന്നപ്പോൾ തന്നെ ജയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറേ പെട്ടെന്ന് എത്താൻ പറഞ്ഞിരിക്കുകയാണ്, അരമണിക്കൂറിനകത്ത് എല്ലാവരും എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നെയ്യാറ്റിൻകര നിൽക്കുകയാണ്. സംഭവം പുറ്റിങ്ങലാണ്, പരവൂരാണ്. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. ഞാൻ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് കിട്ടിയ ഡ്രസ്സും എടുത്തിട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്കൂട്ടറിൽ പെട്ടെന്ന് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക്, പിന്നെ എത്താനുള്ള ഏക മാർഗം ട്രെയിനാണ്. ജയന്തി ജനത എത്താറായി. ഞാൻ പെട്ടെന്ന് അവിടെ എത്തി. ഭാഗ്യത്തിന് ട്രാക്കിലേക്ക് ജയന്തി ജനത ട്രെയിൻ കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ അത്രയും സമയം എങ്ങനെയാണ് ഞാൻ എങ്ങനെ ഇരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചു. രാധാകൃഷ്ണനാണ്, വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഈ നമ്മുടെ കൊല്ലത്തെ ഫ്ലൈ ഓവറിനടുത്തെത്തുമ്പോൾ ട്രെയിൻ സ്ലോ ചെയ്യും. ആ സമയത്ത് ഞാൻ ചാടി ഇറങ്ങുന്നത് നിയമവിരുദ്ധമാണ് നമുക്കറിയാം. പക്ഷേ ചാടി ഇറങ്ങുന്ന സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. അപ്പോൾ ചാടി ഇറങ്ങും. അവിടെ കൊണ്ട് വണ്ടി ഇട്ടുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രാധാകൃഷ്ണൻ കൃത്യമായിട്ട് അവിടെ നിൽക്കുകയും ഈ പറഞ്ഞതുപോലെ വണ്ടി പതിവായിട്ട് സ്ലോ ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ ഞാൻ ചാടി ഇറങ്ങി. ഈ പെട്ടെന്ന് നമ്മുടെ വണ്ടി കയറി. വണ്ടി നേരെ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോഴേ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ചെറുപ്പക്കാരായ തുടിക്കുന്ന കരളാണ്. അതൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുന്ന ഒരവസ്ഥ, കുടൽമാല ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലാണ് എല്ലാവരുടെയും. നമ്മുടെ ജയണ്ണനുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷയും കൂടെ അല്ലേ, ഭയവും
ഒക്കെ കൂടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ഒന്നും അറിയില്ല. അപ്പോഴും നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. രാജവണ്ണനെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. രാജവണ്ണം ഉണ്ടായിപ്പോയോ, പെട്ടോ, എന്താണോ ഒന്നും നമുക്ക് അറിയുന്നില്ല അപ്പോഴ്. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ അവിടെ എത്തി. ഇതിൻ്റെ വർക്ക് തുടങ്ങി. അതായത് ഡെഡ് ബോഡിയുടെ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ചിലത് കൈയും കാലും ചെതറി കിടക്കുകയാണ്. ചിലരുടെ ശരീരത്തിൽ മാത്രം ചില ഉടുപ്പിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. വാസ്തവത്തിൽ ആ പ്രദേശം നമ്മൾ കണ്ടറിയാം പൂഴിമണ്ണ് നിറയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ശരീരങ്ങളെല്ലാം തന്നെ ഈ പൂഴിമണ്ണിലെ രക്തം കൂടി കലർന്നിട്ട് ഒരു തരം അത് പൊടിയും ഈ രക്തത്തിൻ്റെ ജലാംശമായിട്ട് കൂടിക്കൊടുങ്ങിയ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒരു ശരീരത്തിനെയും തിരിച്ചറിയുവാൻ തീരെ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് പറഞ്ഞു, ആദ്യം നിങ്ങൾ അവിടെ ഈ പുറ്റിങ്ങൽ സ്ഥലത്ത് പോകണം. അപ്പോൾ അവിടുന്ന് പോയിട്ട് കൂടുതൽ അത് ടാമ്പേഡ് ആകുന്നതിന് മുമ്പ് അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്ടെന്ന് പിന്നീട് ഈ പുറ്റിങ്ങൽ സംഭവ സ്ഥലത്തേക്ക് പോയി, ക്ഷേത്ര പരിസരത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആണ് മനസ്സിലാവുന്നത് അവിടെ ഈ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ പതിവായി അവിടെ വെടിക്കെട്ട് മത്സരം ഒക്കെ നടക്കുന്നത് കൊണ്ട് വെടിക്കോപ്പുകൾ സൂക്ഷിക്കാനായിട്ട് ഒരു കോൺക്രീറ്റ് കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ റൂഫൊക്കെ ഉള്ള. വാസ്തവത്തിൽ ആ കെട്ടിടം തകർന്നാണ്. അതിൽ നിന്നുള്ള കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ഈ ആളുകൾ ഇത്രയും ഭീകരമായ മരണത്തിന് കാരണമായത്. ഈ കോൺക്രീറ്റ് ബ്ലോക്കുകളൊന്നും അതിഭീകരമായ ഒരുപാട് ദൂരത്തേക്ക് തെറിച്ചു. ആ തെറിച്ച് കണ്ട് 1 കിലോമീറ്ററോളം ദൂരേക്ക് പോയി വീണതിന് പിന്നീട് മനസ്സിലായി. അപ്പൊ അത്ര ഭീകരമായിട്ടുള്ള ഒരു ചെതറലിലാണ് ഈ ആളുകൾ. 1 കിലോമീറ്റർ ദൂരെയൊക്കെ ഡെഡ് ബോഡിയും പരിക്കേറ്റൊരു കിടക്കുക. അല്ല, 1 കിലോമീറ്റർ ദൂരെയൊന്നും ഡെഡ് ബോഡി പോയിട്ടില്ല. അവിടെ നിന്ന് ചിലരുടെ ശരീരത്തിലേക്ക് അത് പതിച്ചിട്ടുണ്ട്. അങ്ങനെയും മരണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഏറെ ഈ അല്പം വിശാലമായ ഒരു സ്ഥലമാണ് ഈ പുറ്റിക്കൽ ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞാൽ. ക്ഷേത്രത്തിൻ്റെ ഓട് ഒക്കെ കുറേ തകർന്നിട്ടുണ്ട്. പരിസരത്തുള്ള വീടുകളുടെ ജനാലകളെല്ലാം തകർന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ബിൽഡിങ് ഒരു ബോംബായി അത് വാസ്തവത്തിൽ അതാണ് ഒരു ബോംബിന്റെ ഒരു പൊട്ടിത്തെറിയലിന്റെ സ്വഭാവം. അത് കമ്പിയെല്ലാം ഇങ്ങനെ എഴുതി നിൽക്കുന്നുണ്ട്. ഈ വാസ്തവത്തിൽ ഈ കോൺക്രീറ്റ് ഭാഗം അത്രയും ഈ സിമെന്റ് ബ്ലോക്ക് ഭാഗങ്ങളെല്ലാം ചിതറിയാണ് ആളുകളുടെ തലയിലും വയറിലുമാണ് ഏറ്റവും കൂടുതൽ വന്ന് പതിച്ചിരുന്നത്. അപ്പം അങ്ങനെ ചിതറുകയാണ് ചെയ്തത്. അപ്പം അവിടെ നമ്മുടെ ഡ്യൂട്ടി എന്തായിരുന്നു? അവിടെ നമ്മൾ ചെല്ലുമ്പോൾ പോലീസ് ഇത് ബാരിക്കേഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തേക്ക് ഡെഡ് ബോഡികൾ കിടക്കുകയാണ്. ഡെഡ് ബോഡി അപ്പോൾ കിടപ്പില്ല, ഡെഡ് ബോഡി മാറ്റി കഴിഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഡെഡ് ബോഡികൾ മാറിക്കഴിഞ്ഞു. പിന്നെ ആ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഡെഡ് ബോഡി മിക്കവാറും ഞങ്ങൾ എത്തുന്ന സമയത്തിന് മുമ്പ് തന്നെ എല്ലാം ഹോസ്പിറ്റലുകളിലേക്ക് കൊല്ലത്തെ കുറേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തി. കൂടുതലും ഡെഡ് ബോഡീസ് ഈ കൊല്ലം കോട്ടയം ഹോളി ക്രോസ്, മെഡിട്രീന ഹോസ്പിറ്റല്, പിന്നെ ഏറെ ബോഡി വന്നത് കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിലാണ്, സർക്കാർ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തുമായി കിടക്കട്ടെ. കരുനാഗപ്പള്ളിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പം ഞാനിവിടെ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളോടൊപ്പം ഫോറൻസിക് ലാബിലെ സയൻറ്റിഫിക് ഓഫീസർമാരുണ്ട്. അവർക്കും വളരെയേറെ ഡ്യൂട്ടി ചെയ്യാനുണ്ട്, സാമ്പിൾ കളക്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ഫോർമാലിറ്റീസ് എല്ലാം എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെങ്കിൽ പോലും ഫോർമാലിറ്റീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ ചെയ്തേ പറ്റൂ. അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം എൻഗേജ്ഡ് ആണ്. അതുപോലെ വീഡിയോഗ്രാഫർ ഉണ്ടാവും, ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. പോലീസ് ഡോഗ്, ഇങ്ങനെ എല്ലാം ആ ഭാഗങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാരിക്കേഡിനകത്ത് ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ അന്ന് അതൊരു ചായ പോലും കുടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ 12 മണിയോളം ആകുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ പെട്ടെന്ന് ഈ ആൾക്കൂട്ടം ജനം ഇങ്ങനെ ഈ OB വാനുകളുണ്ട്, ജനം അപ്പുറത്ത് ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരാളെന്നെ പെട്ടെന്ന് ഷിബു എന്ന് വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ആരാണ് എന്നെ വിളിക്കുന്നത് നോക്കിയപ്പോൾ ഈ രാജവണ്ണനാണ് അവിടെ നിന്ന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ പുള്ളി കയ്യിൽ എനിക്കത് വലിയൊരു ആശ്വാസമായി. കാരണം രാജവണ്ണൻ അവിടെ എത്തിയോന്ന് പോലും ചോദിക്കാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല. ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാജവണ്ണൻ അതിനകത്ത് പെട്ടോ പെട്ടില്ലേ എന്നുള്ള വലിയൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നുകൊണ്ട് രാജവണ്ണൻ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒരു ഉഴുന്ന് വടയും ഒരു കപ്പിൽ ചായയുമായിട്ട്, പേപ്പർ കപ്പിൽ ചായയായിട്ട് രാജവണ്ണൻ നിൽക്കുകയാണ്. അതെനിക്ക് വേണ്ടിയാണെന്നും ഞാനൊന്നും കഴിച്ചിട്ടില്ലെന്നൊക്കെ രാജവണ്ണൻ ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഓടി അവിടെ അടുത്ത് ചെന്നു, ഇത് വാങ്ങി. അപ്പോൾ എനിക്കുള്ള ഗ്ലാസ് വെള്ളം അപ്പം കിട്ടിയത് വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാനത് കഴിച്ചു. ഞാൻ ചോദിച്ചു, രാജവണ്ണൻ എവിടെയാണ് നിന്നിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രാജവണ്ണൻ ചൂണ്ടിക്കാണിച്ചത് ഒരു കിണറിനെയാണ്. കിണറിൻ്റെ അരമതിലാണ് രാജവണ്ണൻ ചാരി നിന്ന് ഇത് കണ്ടോട്ട് നിന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് കൂടെ നേരത്തെ ആരോ ഉണ്ടായിരുന്നു, അവരങ്ങ് മാറിപ്പോയി.
അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ബോറടിച്ചപ്പോൾ രാജവണ്ണൻ തൊട്ടടുത്ത് ചെടി വിൽപ്പനക്കാരൻ്റെ ഒരു സ്റ്റാളുണ്ടായിരുന്നു. അവിടെ പോയി അത് ചെടി നോക്കാനായിട്ട്, കൃഷിയിലൊക്കെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നടന്ന സമയത്താണ് വെടിക്കെട്ട് കണ്ട് മടുത്ത് മടുത്ത് ഒരേപോലത്തെ ഇത് കണ്ടപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുക്കുമല്ലോ. അപ്പോൾ അത്രയ്ക്കാണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അങ്ങോട്ട് നടന്നത്. ആ നടക്കുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാജവണ്ണൻ ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് അവിടെ മൊത്തം ഇരുട്ടാവുകയും ഈ വെടിക്കോപ്പോ ഇവയുടെ പൊട്ടിത്തെറി മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ വലിയ നിലവിളിയോ ഒന്നും കേൾക്കുന്നില്ല. എന്തോ സംഭവിക്കുന്നുണ്ട്. കുറേ ആളിൽ ചവിട്ടി മതിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഇത്ര മാത്രമേ രാജവണ്ണൻ അറിയാവൂ. കട്ട പിടിച്ച് ഇരുട്ടാണ് പിന്നെ. അപ്പോൾ പ്രശ്നം ഗുരുതരമാണ്, എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് വെടിക്കെട്ടപകടം നടന്നു എന്നൊക്കെ മാത്രം മനസ്സിലാക്കുന്നു. രാജവണ്ണൻ ബുദ്ധിപൂർവ്വമായി നേരത്തെ ആ ബൈക്ക് കൊണ്ട് വന്ന ബൈക്ക് ദൂരെയാണ് പാർക്ക് കൊണ്ടുവച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും എടുത്തുകൊണ്ട് രാജവണ്ണൻ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ കുളിച്ച് റെഡിയായിട്ടാണ് തിരിച്ചിപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെയാണ് പുള്ളി എത്തുന്നത്. അപ്പോൾ എന്നിട്ട് എൻ്റെ കയ്യിൽ ഞാൻ രാജവണ്ണൻ പിടിച്ചിട്ട് പറഞ്ഞ്, അപ്പം നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരിടത്തും പോവില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ രാജവണ്ണൻ്റെ കരയിൽ ഇരിക്കുകയും അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ കാര്യം പറഞ്ഞിരിക്കുകയേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. ചെറിയ ഒരു ബോഡിയുടെ കഷ്ണമായി അതിൽ ഈ കിടക്കുന്ന ഈ മാംസ കഷ്ണങ്ങളിലെ ഏതെങ്കിലും കഷ്ണങ്ങളായിട്ട് ഞങ്ങൾ കിടക്കേണ്ടവരാണ്. അപ്പോൾ ആ കിടക്കേണ്ട ആ വിധിയിൽ നിന്ന് എന്ത് ശക്തിയാണ് എന്നെ ഇങ്ങനെ ആ ട്രെയിനിലേക്ക് കയറ്റിയിട്ട് രാജവണ്ണനെ കൈവീശി കാണിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. രാജവണ്ണനും ഞാനും ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത് രണ്ട് തരത്തിലാണ്. അതുപോലെ വേറൊരു ശക്തി ഇദ്ദേഹത്തിന് ആ സമയത്ത് അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. കൃഷി ചെടികൾ നോക്കാനായിട്ട് ഞാൻ ഇല്ലായിരുന്നതുകൊണ്ട് രാജവണ്ണൻ അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോൾ രാജവണ്ണനെയും അവിടുന്ന് രാജവണ്ണൻ മാറ്റപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു. ഞാൻ തലേ ദിവസം തന്നെ ആ യാത്രയ്ക്ക് പോകാതെ ട്രെയിനിൽ കയറി കൈവീശി കാണിച്ച് പോവുകയും ചെയ്തു. അത് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള ഒരു പോക്കായിരുന്നു എന്ന് തിരിച്ചുവരൊക്കെയാണ്. അപ്പോൾ അത് എന്നിട്ട് അടുത്തൊന്നും അവിടെ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിന്ന് പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഞാൻ എത്ര കഷണമായി ചെതറേണ്ടവനായിരുന്നു എന്നായിരുന്നു. അതെൻ്റെ ജീവിതത്തിലെ ആ ഞെട്ടലെന്ന് പറയുന്നത് സംഭവം ഞെട്ടലാണ്, അതിലുപരിയുള്ള ഞെട്ടലാണ്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് അത് തികച്ചും യാദൃശികമായിട്ടുള്ള ഒരു സംഭവമാണ്. മരണം വരെയും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എന്നിട്ട് ഇവിടുത്തെ ഈ ജോലിയിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരുന്നോ? എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അവിടെ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിരുന്നു? ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നത്, ഇതുപോലത്തെ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടി വരുന്നത്, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ധാരാളം ഉണ്ടാകും. അപ്പോൾ തിരിച്ചറിയൽ ഉപാധിയാണ് വിരലടയാളം. ആ ഉപാധിയെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി അവ ശേഖരിച്ചു വെക്കുകയും പിന്നീട് അവസരത്തിൽ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളടയാള പരിശോധന, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുടെ വെള്ളടയാള ശേഖരണം പോലീസിൻ്റെ നടപടിയുടെ ഭാഗമാണ്. അതാണ് ഞങ്ങൾക്ക് അവിടെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ഞങ്ങൾ വീണ്ടും ഈ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പിന്നീടും ഈ മണിക്കൂറുകൾ കഴിയും തോറും ഈ ശരീരത്തിൻ്റെ തകർന്ന ശരീരങ്ങളാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഗന്ധം വന്ന് തുടങ്ങി. അത് ശരീരം അഴുകുന്ന ഗന്ധമല്ല, മനുഷ്യ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ട് ഇറച്ചിക്കടയിലൊരു ഗന്ധമാണ്. അതങ്ങനെ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അത് ശക്തമായി തുടങ്ങി. പലപ്പോഴും വയറൊക്കെ പൊട്ടിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ഇതായിക്കൊണ്ട് ഈച്ചകൾ വന്നു തുടങ്ങി. ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഡെഡ് ബോഡി കിടത്തിയിരിക്കുന്നത് പലതും തിരിച്ചറിയാൻ വേറെ മാർഗ്ഗങ്ങളില്ല. ആകെ ഉള്ളത് കാലിൻ്റെ പെരുവരലിൽ കെട്ടിയിരിക്കുന്ന ഒരു ടാഗാണ്. ആ ടാഗ് കെട്ടിയിട്ടുണ്ട്. ഒരു വെള്ള തുണി, ഒരിടത്ത് ഈ വെള്ളമുണ്ട് നമ്പറുകളാണ്. അപ്പം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. ആകെ ഉള്ള നമ്പർ 1 2 3 മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ വെള്ള തുണി, ആ തുണിയിലും നമ്മുടെ മാർക്കർ പെന്നിട്ട് നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയത് ഒരു ബോഡി 13 എന്നുള്ള നമ്പറുള്ള ബോഡി ഉണ്ട്. അപ്പം ഞാൻ ഈ തൊട്ട് മുമ്പുള്ള ബോഡിയുടെ കളക്ട് ചെയ്തതിന് ശേഷം അത് എടുക്കാൻ തിരിഞ്ഞപ്പോൾ ഈ ബോഡി 13 എന്നുള്ള ബോഡി അവിടെ കാണുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഐഡൻറ്റിഫൈഡ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ബോഡിയിലേക്ക് തിരിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു 13 കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ബോഡി ഇവിടെ കിടന്ന 13 എന്ന് പറയുന്ന ബോഡി ഇതിപ്പോൾ ഇവിടെ പൊസിഷൻ മാറി കിടക്കുന്നു, അത് ഐഡൻറ്റിഫൈഡ് ആയെന്നും പറഞ്ഞല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, അല്ല, അത് എടുത്ത് പോയി എന്നെ ആ തുണി എടുത്ത് ഇതിൽ പുതച്ചു എന്ന് പറയാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഈ ബോഡിയെ തിരിച്ചറിയാൻ ഏക ഉപാധി എന്ന് പറയുന്ന നമ്പറാണ്. ആ നമ്പർ പോലും ഇത്ര അശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇത് വലിയ അപകടം ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു നമ്പർ ഇട്ടാണ് നമ്മൾ ബോഡിയുടെ പ്രിൻ്റ് കളക്ട് ചെയ്യുന്നത്. ഇത് ബോഡി മാറുമ്പോൾ
ഈ നമ്പർ മാറുന്ന നമ്പറാണ് മാറുന്നത്, അത് ഒരിക്കലും പ്രായോഗികമല്ല എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് തന്നെ ഈ പാരലായിട്ട് തിരുവനന്തപുരത്തുള്ള ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുമാരും തിരുവനന്തപുരം സിറ്റിയിലെയും തിരുവനന്തപുരം റൂറലിലെയും അവരുടെ ടീം പെട്ടെന്ന് ഡയറക്ടറൊക്കെ വിളിച്ച് നമ്മൾ ബന്ധപ്പെട്ടു. അവർ പരമാവധി സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ആ സ്വാഭാവികമായിട്ട് യൂണിറ്റ് ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ അവിടെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പാരലായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെല്ലാം ഈ വിരലടയാളം എടുക്കാൻ സിറ്റിയിലുള്ള ഓഫീസർമാർ അവരെല്ലാവരും വളരെ ശക്തമായിട്ട് വിശ്രമമില്ലാതെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ബോഡി അടുക്കി വെച്ചിരുന്നത് തന്നെ അശാസ്ത്രീയമാണെന്നാണ്. അശാസ്ത്രീയമാണെന്ന് പറയുന്നത് ഞാൻ ആരും തെറ്റ് പറയുകയല്ല. ഇത്തരം സംഭവത്തിൽ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? അതാണ് ഞാൻ അത് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന നോക്കിയപ്പോൾ, ഞാൻ ഈ ഒരു ബോഡി നോക്കിയപ്പോൾ മറ്റൊരു ഇടത്ത് നോക്കിയപ്പോൾ കാണുന്നത് രണ്ട് ഇടത് കാലുള്ള ഒരു ബോഡി ചേർത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടാൽ ആ ബോഡിയുടെ അകത്ത് കാലം തോന്നും, പക്ഷെ രണ്ട് കാലുണ്ടെന്ന് തോന്നും. രണ്ട് കാലും ആ ഒരു വലിപ്പത്തിനൊന്നും കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ ഒരു കോംപ്ലക്ഷൻ, ആ ഒരു നിറത്തിലൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് കാലാണെന്ന് മനസ്സിലായത് ഇടത് കാല് വലതും വരേണ്ട കാലുകൾ. അതെ, ഇടത് കാലുകൾ ഒന്നിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു, ഇതല്ല, ഇത് ബോഡി കാല് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ ഇതിൻ്റെ അതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ ഈ കേൾക്കുന്നവർക്ക് മനസ്സിലാകും എത്രമാത്രം ഒരു ഭീകരമാണ് അവസ്ഥയെന്ന്. അപ്പോൾ അങ്ങനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാക്കിയ ഒരു വലിയ സംഭവമുണ്ട്. അതായത് എൻ്റെ ഈ പ്രൊഫഷനെ തന്നെ, ഞങ്ങളെ പ്രൊഫഷനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സംഭവം, ഈ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ഞാൻ വഴിയെ പറയാം.